ഹായ് ഫ്രണ്ട്സ്, STK അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിൻ്റെ തിയററ്റിക്കൽ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രിപ്ഷൻ, നമുക്കറിയാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു റവന്യൂ സോഴ്സ് ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ പലപ്പോഴും കാണാൻ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടും സബ്സ്ക്രിപ്ഷൻ കാണാനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31 ഡിസംബർ 2013. ഡിസംബർ 31, 2013 ആ ഒരു സമയത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ തുക കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസംബർ 31 അക്കൗണ്ട് ഇയർ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ടിങ് ജനുവരി ആയിരിക്കും എന്നുള്ളത് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി നോക്കുക, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി കറൻറ്റ് ഇയർ അഥവാ ക്ലോസിംഗ് ഡേറ്റിൽ, നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്നാണോ ആ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി കറൻറ്റ് ഇയർ, ക്ലോസിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞാൽ ഡിസംബർ 2013 ഈ ഒരു ചോദ്യത്തിൽ, ആ ഒരു സമയത്ത് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണത്, ആഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ അഥവാ ഓപ്പണിംഗ് ഡേറ്റ്, പ്രീവിയസ് ഇയറിൽ അഥവാ ഓപ്പണിംഗ് ഡേറ്റിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ, അഥവാ ഈ ഒരു പ്രോബ്ലത്തിൽ 2013 ജനുവരിയാണ് ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ, അതാണ് അഡ്വാൻസ്. ഈ തുടക്കത്തിൽ അഡ്വാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തേക്കുള്ളതാണല്ലേ. അതുകൊണ്ട് അതും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി കറൻറ്റ് ഇയർ, ക്ലോസിംഗ് ഡേറ്റിലുള്ള ഈ വർഷത്തെ കറൻറ്റ് ഇയർ ക്ലോസിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ ഈ വർഷം ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ കിട്ടിയ അഡ്വാൻസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അത് മനസ്സിലാക്കി വെക്കുക. ഇനി ചെയ്യേണ്ടത് ലെസ് ചെയ്യാനുള്ള ഐറ്റം എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി പ്രീവിയസ് ഇയർ അഥവാ ഓപ്പണിംഗ് ഡേറ്റിൽ ഉള്ള സബ്സ്ക്രിപ്ഷൻ അതെന്ത് ചെയ്യണം, നമ്മൾ ലെസ് ചെയ്യണം. ഓപ്പണിംഗ് ഡേറ്റിൽ ഇനിയും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, തൊട്ട് മുമ്പത്തെ വർഷത്തായിരിക്കും അല്ലേ. കാരണം അത് ആ വർഷം കിട്ടേണ്ടതായിരുന്നു, അത് ആ വർഷത്തായതുകൊണ്ട് അത് ലെസ് ചെയ്യണം. ഓപ്പണിംഗ് ഡേറ്റിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി കറൻറ്റ് ഇയർ അഥവാ ക്ലോസിംഗ് ഡേറ്റ്, നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിൽ കറൻറ്റ് ഇയർ ക്ലോസിംഗ് ഡേറ്റിൽ എന്തെങ്കിലും അഡ്വാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. കാരണം ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 31 ഡിസംബർ 2013. ആ ഡിസംബർ 2013 എന്തെങ്കിലും അഡ്വാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ഈ വർഷത്താവില്ല, അത് അടുത്ത വർഷത്തേക്കുള്ളല്ലേ. അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ ഒരു അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിലായിരിക്കും, അതുകൊണ്ട് അതും ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ചെയ്യേണ്ട കാര്യം ഒന്നുകൂടി പറയാം, ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി പ്രീവിയസ് ഇയർ അല്ലേ, അഥവാ ഓപ്പണിംഗ് ഡേറ്റിൽ അഥവാ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ കറൻറ്റ് ഇയർ ക്ലോസിംഗ് ഡേറ്റിലെ അഥവാ കറൻറ്റ് ഇയർ ഏത് വർഷത്താണോ ചെയ്യുന്നത് ആ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ എന്തെങ്കിലും അഡ്വാൻസ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നമുക്കിനി നോക്കാം. ഓക്കെ, നിങ്ങൾ ചോദ്യം കണ്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള നമുക്കറിയാം അല്ലേ, 2013 ഡിസംബർ 31 അഥവാ ആ വർഷം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ തുകയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അവിടെ വർഷം മനസ്സിലാക്കി 2013. അപ്പോൾ ജനുവരി ടു ഡിസംബർ ആണ് അവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ അക്കൗണ്ടിങ് ഇയർ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 31 ഡിസംബറിലാണ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുള്ള സബ്സ്ക്രിപ്ഷൻ്റെ തുകയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി നോക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2013, 2013 നമുക്ക് ലഭിച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18,300 അവിടെ ഉണ്ട് ആൾറെഡി. അഥവാ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു തുക 2013 പ്രകാരം 18,300 അതിലുണ്ട്. ഇനി നോക്കുക, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1 ജാനുവരി 2013. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1 ജാനുവരി 2013. 2013 ജാനുവരി തുടക്കത്തിൽ, 1 ജാനുവരിയിൽ അതിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. എത്ര? 900. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്നാൽ 2013 ജനുവരി ടു ഡിസംബർ ആണ് അല്ലേ? ആ തുടങ്ങുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഇനിയും കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് വർഷത്തായിരിക്കും? തൊട്ട് മുമ്പത്തെ വർഷത്തായിരിക്കും അല്ലേ? കാരണം ഈ വർഷം 2013 ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് 900 രൂപ അവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തൊട്ട് മുമ്പത്തെ വർഷത്തേതായിരിക്കും. അപ്പോൾ അത് ഈ വർഷത്തല്ല, 2013 റിലേറ്റഡ് അല്ല. ഉറപ്പല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് ഈ 900 നമ്മൾ ലെസ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ലെസ് ചെയ്യണം. അപ്പോൾ അതിന് നേരെ നമുക്ക് എൽ എന്ന് എഴുതി വെക്കാം. ലെസ് ചെയ്യണം. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം 2013 ജാനുവരി ടു ഡിസംബർ ആണ് നമ്മളെ അക്കൗണ്ടിങ് ഇയർ. ആ ജനുവരി തുടക്കത്തിൽ ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഈ വർഷത്തെ ആവില്ല, കാരണം കഴിഞ്ഞ വർഷത്ത് ആവും. അപ്പോൾ നമുക്ക് ലെസ് ചെയ്യാനുള്ളതാണ്, ഈ വർഷമായി റിലേറ്റഡ് അല്ല. അടുത്ത് നോക്ക്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 ഡിസംബർ 2013. ഇതേ സംഗതി തന്നെയാണ്. ഒരു വ്യത്യാസം എന്താ? അവിടെ 1 ജാനുവരിയിലോടത്ത് 31 ഡിസംബർ. അഥവാ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇനിയും കിട്ടാനുണ്ട്. എത്ര? 1300 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഏത് വർഷത്തായിരിക്കും? 2013 അഥവാ നമ്മൾ ചെയ്യുന്ന വർഷത്തേതായിരിക്കും. കാരണം ആ വർഷം ക്ലോസ് ചെയ്യുമ്പോൾ ഇനിയും കിട്ടാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് ഈ വർഷത്തേതായിരിക്കും, 2013. അപ്പോൾ അത് നമ്മൾ ഈ വർഷത്തേത് ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മളിത് ആഡ് ചെയ്യും. അതിന് നേരെ നമ്മൾ എന്ന് എഴുതി വെച്ചു, ആഡ് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത നോക്ക്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1 ജാനുവരി 2013. 2013 1 ജാനുവരിയിൽ റിസീവ് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി കിട്ടി. മനസ്സിലാക്കുക, നമ്മുടെ അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരിയാണ്. ജനുവരി ടു ഡിസംബർ ആണ് അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ ആ ജനുവരി തുടങ്ങുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് എത്രയുണ്ട് അവിടെ? 750 രൂപ അഡ്വാൻസിന്. തുടക്കത്തിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇത്? അത് നമുക്ക് ഈ വർഷത്തേക്കുള്ളതാണ്. അഥവാ നമ്മൾ ഏത് വർഷത്തെയാണോ ചെയ്യുന്നത്, അഥവാ ജനുവരി ടു ഡിസംബർ 2013 അക്കൗണ്ടിങ് ഇയർ, ആ വർഷത്തേക്കുള്ളതായിരിക്കും. തുടക്കത്തിൽ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഈ വർഷത്തേക്ക് ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഈ വർഷത്തേതാണ്. അടുത്ത് നോക്ക്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31 ഡിസംബർ 2013. ഈ ഡേറ്റ് നോക്കുക. സെയിം. എന്താ വ്യത്യാസം? അവിടെ ജനുവരി 1 ഡിസംബർ 31 2013. അഥവാ നമ്മുടെ ഈ വർഷത്തെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന സമയത്ത് അഡ്വാൻസ് ഉണ്ട്. അവസാനിക്കുന്ന സമയത്ത് അഡ്വാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ വർഷം കഴിഞ്ഞല്ലോ. പിന്നെ ഈ അവസാനിക്കുന്ന സമയത്ത് അഡ്വാൻസ് പറഞ്ഞത് ഏതായിരിക്കും? വരാനിരിക്കുന്ന അടുത്ത വർഷത്തേക്കുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ വർഷവുമായി റിലേറ്റഡ് അല്ല, അതുകൊണ്ട് അത് ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ ലെസ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പ്രോബ്ലം ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ഏത് വർഷത്തേതാണോ ചെയ്യുന്നത് ആ വർഷത്തെ അക്കൗണ്ടിങ് ഇയർ നമ്മൾ മനസ്സിലാക്കുക. ദെൻ ആ വർഷവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആ വർഷവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ലെസ് ചെയ്യാം. ഇത് സാധാരണ സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും അത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ്, ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ ലെസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 2013 സബ്സ്ക്രിപ്ഷൻ അതുപോലെ എഴുതി വെക്കുന്നു അല്ലേ? സബ്സ്ക്രിപ്ഷൻസ് റിസീവ്ഡ് ഇൻ 2013 എത്രയാണ്? 18,300 അല്ലേ? ഇതിലൊക്കെ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്? ആഡ് ചെയ്യാനുള്ളതൊക്കെ അവിടെ ആഡ് ചെയ്യാം. ആഡ് ഏതൊക്കെയുള്ളത് അല്ലേ?
ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 ഡിസംബർ 2013, അത് ആഡ് ചെയ്യാനുള്ളതാണ് അല്ലേ, അഥവാ ഇത് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ മറ്റൊന്നോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1 ജാനുവരി 2013 750, രണ്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് മാത്രമേ ഞാനിവിടെ എഴുതുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 1300 അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ 750 നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ആഡ് ചെയ്ത് എത്ര ഉണ്ടാവും? ഇത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20,350 നമുക്ക് കിട്ടും. 20,350 കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ലെസ് ചെയ്യാണ്ട് അല്ലേ, ലെസ്. ഏതൊക്കെയാണ് ലെസ് ചെയ്യാനുള്ളത്? ഒന്നാമത്തെ ഐറ്റം അല്ലേ, അഥവാ 900. അതുപോലെ തന്നെ അവസാനത്തെ ഐറ്റം 540. അപ്പോൾ ലെസ് ചെയ്യാനുള്ള അതിൻ്റെ എമൗണ്ടും എഴുതി വെക്കുന്നു. ഒന്ന് 900, മറ്റൊന്ന് 540. അത് രണ്ടും ആഡ് ചെയ്താൽ 1440 ഉണ്ടാവും അല്ലേ. 1440 ഉണ്ടാവും. ലെസ് ചെയ്താൽ 18,910 നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 18,910 ആയിരിക്കും. അപ്പോൾ ഈ 18,910 ആണ് എന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, അഥവാ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് എഴുതേണ്ടത് നമുക്ക് എത്രയാണ്? 18,910. ഇതാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏത് വർഷത്താണോ ചെയ്യുന്നത് ആ വർഷവുമായി റിലേറ്റഡ് ഉള്ളതൊക്കെ ആഡ് ചെയ്യാം, ആ വർഷമായി റിലേറ്റഡ് അല്ലാത്ത എന്ത് ചെയ്യുക? ലെസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഫോളോയിങ് ഇസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് മാരുതി ക്ലബ് ഫോർ ദി ഇയർ എൻഡിങ് 31 ഡിസംബർ 2014. ഈ ക്വസ്റ്റ്യനിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മോട് താഴെ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് പരിഗണിച്ചിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 31 ഡിസംബർ 2014 ഡിസംബർ 31 പ്രകാരമുള്ളതാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ നോക്കുക, ബാലൻസ് ബ്രോട്ട് ഡൗൺ, സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ബാലൻസ് ബ്രോട്ട് ഡൗൺ ഒരിക്കലും അതിൽ കാണിക്കൂല. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസോ അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസോ ഇല്ല. ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ബാലൻസ് ആയിരിക്കും ഇത് കാണിക്കുക. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിലാണ് സാധാരണ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവില്ല, അത് ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് ഉണ്ടാകുമ്പോൾ അവിടെയാണ് കാണിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുന്ന സാലറീസ്, അതുപോലെ റെൻറ്റ്, പോസ്റ്റേജ്, ടെലഗ്രാം, സ്റ്റേഷനറി, സൺട്രി എക്സ്പെൻസ്, ഇവയെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അഥവാ ക്യാപിറ്റൽ നാച്ചർ ആയതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് കാണിക്കൂല. അതുപോലെ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ, അഥവാ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസ്, അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല, അതും ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം അല്ലേ. ഇവിടെ എന്താ വരിക? എക്സ്പെൻഡിച്ചർ, എമൗണ്ട്, ഇൻകം, എമൗണ്ട് അല്ലേ. മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ആൻഡ്
എക്സ്പെൻഡിച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് മുകളിൽ കൊടുക്കാം. ഇനി ഇവിടെ എന്ത് എക്സ്പെൻഡിച്ചർ ഇൻകം ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. എക്സ്പെൻഡിച്ചർ സൈഡിൽ ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്ന ഐറ്റം നോക്കാം, സാലറിയാണ്. സാലറിയാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഐറ്റം എടുക്കുമ്പോൾ നിങ്ങൾ ആ ഐറ്റം വരുന്നതോട് കൂടെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റും ഉണ്ടാവും. അഥവാ അതിൽ റവന്യൂ നാച്ചർ ഉണ്ടാവും, ക്യാപിറ്റൽ നാച്ചർ ഉണ്ടാവും. നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ ഇവിടെ വരുള്ളൂ, റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധയിലുണ്ടാവണം. അപ്പോൾ ആദ്യം സാലറി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അപ്പം സാലറി എന്ന് എഴുതാം. സാലറിയുടെ എമൗണ്ട് എഴുതുന്നതിന് മുമ്പ് സാലറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. സാലറി ജനുവരി 1, 2014 150 രൂപ അടക്കാത്തതുണ്ട്. അതുപോലെ തന്നെ ഡിസംബർ 31, 2014 നമ്മളെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന സമയത്ത് 100 രൂപയും അടക്കാത്തതുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ജനുവരി 2014 ജനുവരി 1 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ജനുവരി ടു ഡിസംബർ ആണ്. അഥവാ 2014 തുടക്കത്തിൽ തന്നെ സാലറി അടക്കാത്തതുണ്ട്, ഇനിയും അടക്കാത്തതുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? കഴിഞ്ഞ വർഷത്തായിരിക്കും, തൊട്ട് മുമ്പത്തെ വർഷത്തായിരിക്കും. കാരണം എന്താ, ഈ വർഷം തുടങ്ങുന്നേ ഉള്ളൂ, ആ സമയത്ത് തന്നെ ഇനിയും അടക്കാത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ വർഷത്തായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ജനുവരി 1 സാലറി നമ്മൾ ലെസ് ചെയ്യണം. 1000 നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു, കാരണം അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായത് കൊണ്ട്. ഓക്കെ, ലെസ് എന്താ ലെസ് ചെയ്യേണ്ടത്? ഓപ്പണിംഗ് ഡേറ്റിലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് കിട്ടില്ല, അതെന്താ 2013 റിലേറ്റഡ് ആണ്. സോ ലെസ് റിലേറ്റഡ് ടു 2013. എത്ര രൂപ ലെസ് ചെയ്യാനുള്ളത്? 150 രൂപ. 150 1000-ന് 150 പോലെ 850 ഉണ്ടാവും. 850. ഓക്കെ, ഇനി എന്താ പറയുന്നത്? 2014 ഡിസംബർ 31 സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ട്? 100 രൂപ ഉണ്ട്. അഥവാ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന സമയത്ത് 100 രൂപ കൂടി കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഈ വർഷത്താണ്, അഥവാ നമ്മൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്ന അതേ വർഷത്താണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഈ വർഷത്തായതുകൊണ്ട് അത് ആഡ് ചെയ്യണം. സോ ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യാനുള്ളത്? എമൗണ്ട് എന്ന് പറയുന്നത് 100 ആണ്. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 850 100 ആഡ് ചെയ്ത് 950. അത് നമുക്ക് ഔട്ടർ കോളത്തേക്ക് എഴുതാൻ പറ്റും. ഔട്ടർ കോളത്തേക്ക് എന്തുകൊണ്ടാണ്? എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ലെസ് ചെയ്ത് ആഡ് ചെയ്തു. ഇപ്പോൾ സാലറി മനസ്സിലാക്കുക, 1000 രൂപയുണ്ട്, അത് 2013 റിലേറ്റഡ് 150. അഥവാ ഓപ്പണിംഗ് ഡേറ്റ് ജനുവരി തുടക്കത്തിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ വർഷത്താണ്, അതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്തു. ദെൻ 2014 ഡിസംബർ ക്ലോസിംഗ് സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഇനിയും കൊടുക്കാനുണ്ട് എന്ന് കാണിക്കുന്നത് ഈ വർഷത്താണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്തു. ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. അടുത്ത ഐറ്റം റെൻ്റാണ്. റെൻ്റ് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ ഇവിടെ എഴുതുന്നത് റെൻറ്റ് തുക എഴുതുന്നതിന് മുമ്പ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കാം. റെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രീപെയ്ഡ് ഉണ്ട്. അഥവാ റെൻറ്റ് 2014 ഡിസംബർ പ്രകാരം ഒരു റെൻറ്റ് പ്രീപെയ്ഡ് ഉണ്ട്. അഥവാ 2014 ഡിസംബറിൽ ഒരു റെൻറ്റ് പ്രീപെയ്ഡ് കാണിക്കുന്നുണ്ട് 100 രൂപ. ശ്രദ്ധിക്കേണ്ട കാര്യം, 2014 ഡിസംബർ പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അടച്ചു എന്നല്ലേ. വർഷാവസാനത്തിൽ മുൻകൂട്ടി അടച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ വർഷത്താവില്ലല്ലോ, ഏതായാലും ഇപ്പോഴുള്ള വർഷത്തും ആവില്ല. ഒരു വർഷം ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രീപെയ്ഡ് ഉണ്ട് അല്ലെങ്കിൽ പ്രീപെയ്ഡ് അടച്ചു എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന വർഷത്തായിരിക്കും. അഥവാ 2015 ബന്ധപ്പെട്ട റെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, 100 രൂപ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 2014 ചെയ്യണം, അപ്പോൾ ഇതിൽ ലെസ് ചെയ്യണം. സോ റെൻറ്റിൻ്റെ തുക 700 രൂപയാണ്. നമ്മൾ റെൻറ്റ് 700 ലെസ്
റിലേറ്റിംഗ് ടു 2015 ബന്ധപ്പെട്ട് 100 രൂപ ലെസ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 600 രൂപ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താ ഉള്ളത്? പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം 250. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ, അതുകൊണ്ട് ഇവിടെ എഴുതാം. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുപോലെ എഴുതിയാൽ മതി. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം 250. അടുത്ത് വരുന്ന ഐറ്റമാണ് സ്റ്റേഷനറി 190. സ്റ്റേഷനറി റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, മാത്രമല്ല സ്റ്റേഷനറിയെക്കുറിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് അതുപോലെ എഴുതി വെക്കാം. സ്റ്റേഷനറി 190. സ്റ്റേഷനറി അതുപോലെ നമുക്ക് എഴുതി വെക്കാം. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് സ്റ്റേഷനറി എഴുതി വെക്കാം. അടുത്തായിട്ട് നോക്കുക ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്ത വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അസറ്റാണ് അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് നോർമലി ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. സോ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ക്യാപിറ്റലൈസ്ഡ് നേച്ചറാണ്. ക്യാപിറ്റൽ നേച്ചറാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിലാണ് അത് കാണിക്കുക നോർമലി. ഇവിടെ നമുക്ക് റവന്യൂ ഐറ്റംസ് മാത്രമേ കാണിക്കുള്ളൂ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ പരിഗണിക്കില്ല, അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ എടുക്കേണ്ടതില്ല. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കാം. സൺട്രി എക്സ്പെൻസസ് ചിലവുകളാണ് അല്ലേ? എന്തെങ്കിലും ചെറിയ ചിലവുകൾ, അതാണ് സൺട്രി എക്സ്പെൻസസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സൺട്രി എക്സ്പെൻസ് എഴുതി വെക്കുക. സൺട്രി എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ എമൗണ്ട് ഔട്ടർ കോളത്തേക്ക് എഴുതാം 350. ഇനി എന്താ ബാക്കിയുള്ളത് നോക്കുക. ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡാണ് ഇനി ക്വസ്റ്റ്യനിൽ കാണിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നമുക്കറിയാം അസറ്റാണ്. മാത്രമല്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസും ഇല്ല, ക്ലോസിംഗ് ബാലൻസും ഇല്ല, നമ്മൾ ആദ്യം പഠിച്ചതാണ്. അതുകൊണ്ട് അതിവിടെ വരില്ല, കാരണം അത് രണ്ടും അസറ്റ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്ന എല്ലാ ഐറ്റംസും എഴുതി. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടില്ല, കാരണം അത് ഇവിടെ ക്യാപിറ്റൽ നാച്ചർ ആയതുകൊണ്ട് എടുത്തിട്ടില്ല. മറ്റൊന്ന് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും എടുത്തിട്ടില്ല, കാരണം അത് അസറ്റ് ആയതുകൊണ്ട് അതും ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ബാക്കിയുള്ള എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും പ്രകാരം നമ്മളിതിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇൻകം സൈഡിൽ നോക്കുക. ഇൻകം സൈഡിലേക്ക് നമുക്കറിയാം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് റെസിപ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഇൻകംസ് ഏതൊക്കെ നോക്കാം. തന്നിരിക്കുന്ന ഒന്ന് സബ്സ്ക്രിപ്ഷൻസ്, മറ്റൊന്ന് ഡൊണേഷനാണ്. അപ്പോൾ ആദ്യം സബ്സ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നർ കോളത്തിലാണ് എമൗണ്ട് എഴുതുന്നത്. സബ്സ്ക്രിപ്ഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ? ഒന്ന് 2014 ഡിസംബർ ക്ലോസിംഗ് സമയത്ത് സബ്സ്ക്രിപ്ഷൻ 600 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് നമ്മൾ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അഥവാ ഈ വർഷം നമ്മുടെ അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുന്ന വർഷത്തെ ഈ വർഷം കിട്ടാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. മറ്റൊന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ചെയ്തതിൽ 200 രൂപ 2015 റിലേറ്റഡ് ആണ്. അതിൻ്റെ അർത്ഥം നമ്മൾ 2014 ചെയ്യുന്നത്, അപ്പോൾ അത് ലെസ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ തുക 6000 എന്ന് എഴുതി വെക്കാം. സബ്സ്ക്രിപ്ഷൻ 6000 ലെസ് എന്ത് ചെയ്യാം? റിലേറ്റഡ് ടു 2015 റിലേറ്റഡ് 200 രൂപ. 5800. 200 രൂപ 2015 ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് അത് ലെസ് ചെയ്തു. ആഡ്, ഞാൻ എന്താ ആഡ് ചെയ്യാനുള്ളത്? വർഷം 2014 ഡിസംബർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇനിയും സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡ്, ഇനിയും എത്ര രൂപ കിട്ടാൻ? ഒരു 600 രൂപ കിട്ടാനുണ്ട്. അത് ഈ വർഷത്തെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്യും. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 600. എത്ര ഉണ്ടാവും? 5800ക്ക് 600 ആഡ് ചെയ്താൽ 6400. ഔട്ടർ കോളത്തിലേക്ക് നമ്മൾ 6400. ഇതാണ് എന്ത്? ഈ വർഷം ലഭിക്കാനുള്ള, അല്ലെങ്കിൽ ഈ വർഷത്തെ യഥാർത്ഥ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 6400 ആണ്. ഓക്കെ, ഇനി അടുത്ത വരവായിട്ട് എന്തുള്ളത്?
ഡൊണേഷൻ ആണുള്ളത്. ഡൊണേഷൻ ഡൊണേഷൻ 1/2 ഓഫ് ദി ഡൊണേഷൻ ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. ഡൊണേഷൻ്റെ പകുതി ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നിരിക്കുന്ന ഡൊണേഷൻ്റെ പകുതി ക്യാപിറ്റലൈസ് ചെയ്യണം. അതിനർത്ഥം പകുതി റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എടുക്കണം, ബാക്കി ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ്ഡ് പോർഷൻ എവിടെ കാണിക്കുള്ളൂ? ബാലൻസ് ഷീറ്റിലെ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഡൊണേഷൻ്റെ എമൗണ്ട് എത്ര? 750 ആണ് അല്ലേ? അതിൻ്റെ പകുതി മാത്രമേ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം പകുതി ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പകുതി നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുക്കും, പകുതി ഇവിടെ എടുക്കും. നമ്മളിതിൻ്റെ പകുതി മാത്രമേ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ പകുതി നമുക്കറിയാം. പകുതി എടുക്കുകയാണെങ്കിൽ 750ൻ്റെ പകുതി 375. അപ്പോൾ അത് നമ്മൾ ഡൊണേഷൻ ട്രീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും, എല്ലാ റവന്യൂ ഐറ്റംസും, എല്ലാ എക്സ്പെൻഡിച്ചറും എടുത്തു കഴിഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാം എഴുതി കഴിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ? ബാലൻസ് ചെയ്യണം. അഥവാ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി, സർപ്ലസ് ആണ് ഡെഫിസിറ്റ് ആണ് കിട്ടാൻ വേണ്ടി അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഏത് സൈഡാണോ കൂടുതൽ ആ സൈഡാണ് ആദ്യം ആഡ് ചെയ്ത് ടോട്ടൽ ചെയ്യാം. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതലുള്ള സൈഡ് ഇൻകം സൈഡാണ് അല്ലേ? കാരണം ഇവിടെ 6400 ഒരു 375 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 6775 ഉണ്ട്. അവിടെ 6775. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതേ തുക കുറവുള്ള ഭാഗത്ത് കൊണ്ടുവരും അല്ലേ? ഡെബിറ്റ് സൈഡിലോട്ട് അഥവാ എക്സ്പെൻഡിച്ചർ സൈഡിലോട്ട് കൊണ്ടുവരും. 6775. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള മുഴുവൻ തുകയും കൂട്ടും അല്ലേ? ഇവിടെയുള്ള മുഴുവൻ തുകയും കൂട്ടിയിട്ട് ഈ തുകയിൽ നിന്ന് ലെസ് ചെയ്യും. അഥവാ ഇവിടെയുള്ള തുകയും ഇതും തമ്മിലുള്ള വ്യത്യാസം കാണും. അപ്പോൾ അത് കൂട്ടി നോക്കാം. 380, 190, 280, 600, 980. നമ്മൾ ആഡ് ചെയ്ത് 2340 ആണിത് ആഡ് ചെയ്താൽ കിട്ടുക. 2340 കിട്ടും. ആ 2340 6775 നമ്മൾ ലെസ് ചെയ്യാം. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4435 4435 രൂപ കിട്ടും. 4435. ഇതാണ് നമ്മളെ ബാലൻസ്. ഇത് സർപ്ലസ് ആണ്. എന്തുകൊണ്ടാണ്? എക്സ്പെൻഡിച്ചർ ഇൻകം സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് കിട്ടുന്ന ഉത്തരം നമുക്ക് സർപ്ലസ് ആയിരിക്കും. സർപ്ലസ് നമുക്ക് കിട്ടുന്ന ഉത്തരം സർപ്ലസ് ആയിരിക്കും. കാരണം എന്താ? 4435 രൂപ ഇൻകം സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡിനേക്കാൾ അധികമാണ്. ഇങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മാത്രമേ ചെയ്യാനുള്ളൂ. ചിലപ്പോൾ ഇതിൽ ബാലൻസ് ഷീറ്റും ചെയ്യാനുണ്ടാവും. ഓക്കെ, എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യാം, അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് വരുന്നൊരു പ്രോബ്ലത്തോടു കൂടി ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.